ഹലോ അസ്സലാമു വറഹ്മത്തുള്ളാഹി. എക്സംബോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഗിവ് അവേൻ്റെ സെക്കൻഡ് ടാസ്കും ഈ വീഡിയോയിലാണ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പുതുതായിട്ട് കൊണ്ടുവന്ന ചാംസിൻ്റെയും സ്റ്റെൻസിൽസിൻ്റെയും കളക്ഷൻസാണ് കാണിക്കുന്നത്. ഇത് വന്നിട്ടുള്ള ഒരു മോഡൽ സ്റ്റെൻസിലാണ്. ഇത് സ്മോളാണ് കേട്ടോ. വീഡിയോയിൽ നമുക്ക് കുറച്ച് വലുപ്പമുള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ സ്മോൾ സ്റ്റെൻസിലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു സ്റ്റെൻസിലാണുള്ളത്. ഇതിൽ ബോ ഉണ്ടാക്കാൻ വേണ്ടിക്ക് യൂസ് ആക്കുന്ന സ്റ്റെൻസിലാണ് കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിക്ക് ബോ ഉണ്ടാക്കാൻ വേണ്ടിക്ക് യൂസ് ആക്കാം. അപ്പോൾ ഇതും പിന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു സ്റ്റെൻസിലും, ഇത് മൂന്നും കൂടി നമ്മളൊരു സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. ആ സെറ്റിന് 8 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ കാണിച്ച ഈ സ്റ്റെൻസിലും കൂടെ 3 സ്റ്റെൻസിലും വെച്ചിട്ടുള്ള ഒരു സെറ്റ്, അത് മൂന്നും കൂടിയിട്ട് നമ്മൾ 8 രൂപക്കാണ് കൊടുക്കുന്നത്. പെർ പീസ് നമ്മൾ 3 രൂപക്കാണ് സ്റ്റെൻസിൽ ഓരോന്നും കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സെറ്റിനാണ് 8 രൂപ. പിന്നെ ഇത് ഫ്ലവർ സ്റ്റെൻസിലാണ്. ഇതിന് ഒരു പീസിന് വരുന്നത് റേറ്റ് 3 രൂപയാണ് കേട്ടോ. ഒരു പീസിൻ്റെ റേറ്റ് 3 രൂപയാണ്. പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പും വരുന്നുണ്ട് സ്റ്റെൻസിൽ. അപ്പോൾ അതിനും പെർ പീസ് 3 രൂപയാണ് റേറ്റ് വരുന്നത്. ആദ്യം കാണിച്ചത് മാത്രം സെറ്റായിട്ടേ കൊടുക്കൂ. അതിന് സെറ്റിന് 8 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ ഇയറിംഗ് ലൂപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഇയറിംഗ് മേക്ക് ചെയ്യാൻ വേണ്ടിക്ക് യൂസ് ചെയ്യുന്ന ഇയറിംഗ് ലൂപ്പാണിത്. ഇതിന് ഒരു പെയറിന് വരുന്നത് 4 രൂപയാണ്. പെയറിന് 4 രൂപ. അതിൻ്റെ തന്നെ സ്മോൾ വേറെ ടൈപ്പ് വരുന്നത് സ്മോളാണ്, പക്ഷേ ഇതിന് പെയറിന് 6 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് സ്മോളാണ്. നമുക്ക് ചാംസൊക്കെ ഹാങ് ചെയ്തിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഇയറിങ്സ് ഉണ്ടാക്കാൻ പറ്റും. സ്മോൾ ചാംസൊക്കെ യൂസ് ആക്കിയിട്ട് ഇയറിങ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പെയറിന് വരുന്നത് 2 രൂപയാണ്. പെയറിന് വരുന്നത് 6 രൂപയാണ് കേട്ടോ. പിന്നെയുള്ളത് ഗോൾഡൻ ബീഡ്സിൻ്റെ പ്ലേറ്റഡ് ബീഡ്സാണ് വരുന്നത്. ഗോൾഡിൻ്റെ 3mm ബീഡ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് നമ്മുടെ കയ്യിലാകെ 10 പീസസാണുള്ളത്. അതിൽ 100 ബീഡ്സാണ് ഒരു ലെയറിലുണ്ടാവുക എന്നാണ് തോന്നുന്നത് കേട്ടോ. കൗണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റിന് 35 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമ്പർ 1 ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് 1 പാക്കറ്റിന് 35 രൂപയാണ് റേറ്റ് വരുന്നത്. 3mm സൈസാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ 10 പാക്കറ്റ് മാത്രമേ ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ കുറച്ചൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് പാക്കറ്റ്സ് ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ വരുന്നത് ആംഗ്ലെറ്റ് ലോക്കാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അധികവും ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ നമ്മളെ വാട്സപ്പ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോയിലുള്ള പലതും നമ്മളതിൽ സ്റ്റോക്ക് ഔട്ടായി പോകാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ആംഗ്ലെറ്റ് ലോക്കാണ്. ആംഗ്ലെറ്റ് ലോക്ക് ചെയിൻ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് പെയറിന് 18 രൂപയാണ് റേറ്റ് വരുന്നത്. 2 പീസ് അഥവാ ഒരു പെയറിന് 18 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെയിനും ഐപ്പിന് ഹെഡ് പിന്നൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് ക്രിസ്റ്റൽ ബീഡ്സും അവൈലബിൾ ആണ് കേട്ടോ, ആംഗ്ലെറ്റ് ഉണ്ടാക്കുന്ന. പിന്നെയുള്ളത് നമ്മുടെ ചാംസിൽ സ്മോൾ ലീഫ്. ഇത് നമുക്ക് അത്രയും ഡിമാൻഡുള്ള ഒരു ഐറ്റംസ് ആയിരുന്നു. ഇത് കിട്ടാനില്ല. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് അത്രയൊന്നും കിട്ടിയില്ല. ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ ഇതിന് പെർ പീസിന് 6 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പെർ പീസിന് 6 രൂപ. പിന്നെ ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ ചാംസാണ് കേട്ടോ. ഇതിൻ്റെ വൈറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിപ്പോയി. വൈറ്റ് വീഡിയോ എടുക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ വൈറ്റും നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മുടെ ഹാർട്ടിൻ്റെ ചാംസാണ് കേട്ടോ. ഫ്ലവർ ചാംസിന് റേറ്റ് 10 രൂപയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിന് 11 രൂപയാണ് റേറ്റ് വരുന്നത്. ചാംസിന് ഹാർട്ട് ഷേപ്പ് ചാംസിന് 11 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പെർ പീസിനാണ്. പിന്നെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. ഇത് ബട്ടർഫ്ലൈൻ്റെ മിഡിൽ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ സാധാരണ ചാംസിനേക്കാൾ കുറച്ചൊരു വലുപ്പം കൂടി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് മാലക്ക് ലോക്കറ്റൊക്കെ ആക്കാനായിരിക്കും കൂടുതൽ യൂസ് ആക്കാം. പിന്നെ ഇയറിങ്സ് ആക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ.
ഇത് പെർ പീസിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. പെർ പീസിന് 15 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ തന്നെ മറ്റൊരു ഷേപ്പ്, 2 ഡബിൾ ഷെയ്ഡ് വരുന്ന ചാംസാണ് കേട്ടോ. ഇത് പെർ പീസിനും 11 രൂപയാണ് റേറ്റ് വരുന്നത്. പെർ പീസിന് 11 രൂപ. ഹാർട്ടിൻ്റെ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഗ്രീനൊക്കെ ഉണ്ട്, ഗ്രീന്, ലാവൻഡർ, റെഡ്, പിങ്ക്, ബ്ലൂ, അങ്ങനെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്. ബ്രേസ്ലെറ്റ് ബീഡ്സും നമ്മളതിൽ അവൈലബിൾ ആണ് കേട്ടോ. ബ്രേസ്ലെറ്റിൻ്റെ ക്രാക്കഡ് ബീഡ്സൊക്കെ നല്ല അടിപൊളി ക്രാക്കഡ് ബീഡ്സൊക്കെ നമ്മൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെയുള്ളത് കിറ്റീൻ്റെ ചാംസാണ് കേട്ടോ, സ്മോൾ കിറ്റീൻ്റെ ചാംസ്. ഇത് നമ്മുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതാണ്, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ ആ ടൈം നമ്മളിത് 16 രൂപക്കായിരുന്നു കൊടുത്തിരുന്നത്. ഇതിപ്പോൾ കിറ്റിൻ്റെത് 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇപ്പോൾ 10 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്, കിറ്റീൻ്റെ ചാംസ്. അടുത്തത് വരുന്നത് നമ്മുടെ റാബിറ്റ് സ്ലീപ്പ് ചെയ്യും പോലെയുള്ളൊരു ചാംസാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് 12 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് മുന്നേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, നമ്മൾ 16 രൂപയ്ക്ക് തന്നെയായിരുന്നു ഇത് സെയിലാക്കിയിരുന്നത്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് കുറഞ്ഞതാണ് കേട്ടോ. റാബിറ്റ് സ്ലീപ്പ് ചെയ്യുന്ന പോലെയുള്ളൊരു ചാംസാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു ലവ് എന്ന് എഴുതിയിട്ടുള്ളൊരു ചാംസാണ് കേട്ടോ. മെറ്റലിൻ്റെ ഒരു സിൽവർ കളറാണ് ഇത് വരുന്നത്. ഇത് നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പെർ പീസിന് 2 രൂപയാണ് കേട്ടോ. 2 രൂപയാണ് ഈ ചാംസിൻ്റെ റേറ്റ് വരുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്മോളാണ് കേട്ടോ. നമ്മൾ ഇയറിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഭംഗിയാണ് ഇയറിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. സ്മോൾ ഇയറിങ് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനിത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഇയറിങ്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചീപ്പ് റേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് ചാംസിൻ്റെ കളക്ഷൻസ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെയുള്ളത് ഇലാസ്റ്റിക് ത്രെഡാണ്. അറിയാം, ഇലാസ്റ്റിക് ത്രെഡ് നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ, മാല ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാണ്. ഇത് 0.7 0.8 ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 15 രൂപയാണ് കേട്ടോ ഒരു റോളിൻ്റെ റേറ്റ് വരുന്നത്. ഒരു റോളിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ടിയാര ഡബിൾ ഹോൾ ഫ്ലവറാണ്. അത് നമ്മളതിൽ മുന്നേ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുറേ ചാംസിൻ്റെ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ആ ചാംസിൻ്റെ കളക്ഷനിൽ ഒരു ചാംസിൻ്റെ മോഡൽ കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു, അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ ആ ചാംസ് ഏത് മോഡലാണ്, അതിൻ്റെ സ്റ്റോക്ക് ഔട്ടായ കളർ ഏതാണ്, അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യന്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഗിവ് അവേ നമ്പറിൽ സെൻഡ് ചെയ്യുക. നമ്മൾ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ സെൻഡ് ചെയ്യരുത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. നമ്മുടെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടോയെന്ന്. അങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ചായി, പക്ഷെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ വന്നിട്ടുള്ളത് 11 കളേഴ്സാണ് കേട്ടോ. അങ്ങനെ ഗ്ലിറ്ററൊന്നും അങ്ങനെ പെട്ടെന്ന് ഇളകി പോരാത്ത ടൈപ്പ് ഗ്ലിറ്റർ ഷീറ്റാണ്. ഗ്രീൻ കളറ്, പിന്നുള്ളത് ബ്രൗൺ കളറ്, അങ്ങനെ 11 കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് ഗ്ലിറ്റർ ഇളകി പോവുകയോ അങ്ങനെ പെട്ടെന്ന് മോശമായി പോവുകയോ ചെയ്യാത്തൊരു ടൈപ്പ് ഗ്ലിറ്റർ ഷീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ കളറ്, പിന്നെയുള്ളത് വൈറ്റ് കളറ്, പിന്നെ വരുന്നത് നമ്മുടെ യെല്ലോ കളറ്. നമ്മുടെ കളേഴ്സ് ചിലപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം ആയിരിക്കണം എന്നില്ല, ചെറിയ ചേഞ്ചസ് ഒക്കെ വരും കേട്ടോ. ലൈറ്റിൻ്റെ എഫക്റ്റിൽ നമുക്ക് കറക്റ്റ് കളറിനെ വീഡിയോയിൽ കിട്ടണം എന്നില്ല. അപ്പോൾ ഇതൊരു യെല്ലോ കളറാണ്, അതിൻ്റെ കൂടെ റെഡ് കളറ്, പിന്നെയുള്ളത് നല്ല ബേബി പിങ്ക് അല്ല ലാവൻഡർ, നല്ല ലാവൻഡർ കളറാണ്. ഇത് നമ്മളതിൽ കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയി കേട്ടോ. നല്ല ലാവൻഡർ കളറ്, പിന്നെയുള്ളത് ബേബി പിങ്ക്, ഇതിൻ്റെ റേറ്റ് വരുന്നത് പെർ പീസിന് 12 രൂപയാണ് കേട്ടോ. ഒരു A4 സൈസിൽ വരുന്ന ഒരു ഷീറ്റിന് 12 രൂപയാണ് റേറ്റ് വരുന്നത്. ലാസ്റ്റ് ഉള്ളത് നമ്മുടെ ഡാർക്ക് ബ്ലൂ കളറ്. അങ്ങനെ 11 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ
വീഡിയോൻ്റെ കൂടെ നമ്മുടെ ഗിവ് അവേ റിസൾട്ടും ഫസ്റ്റ് ഗിവ് അവേ റിസൾട്ടും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് ഇതിൻ്റെ കൂടെ അതിൻ്റെ വീഡിയോസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റിസൾട്ടിൽ ആരാണോ വിന്നർ, നമ്മൾ എല്ലാവർക്കും ഓരോ ലോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വിജയി ആരാണോ അവർ നമ്മളെ ഓർഡർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളവർക്ക് അഡ്രസ്സൊക്കെ വാങ്ങി നമ്മളവരെ ഒക്ടോബർ മാസം എല്ലാവർക്കും ഒരുമിച്ച് ബീഡ്സിൻ്റെ കിറ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മുടെ വിന്നർ ആരാണെന്ന് അറിയാനുള്ള വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം വിന്നർ നിങ്ങൾ അതിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഹലോ, നമ്മളിപ്പം നറുക്കെടുക്കാൻ പോവാന്ന്. ഫസ്റ്റ് ഗിവ് അവേൻ്റെ നറുക്കെടുപ്പാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ആൾക്കും നമ്മൾ ലോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കാണുന്നവർ ഇതിൽ നമ്മൾ നമ്പറൊന്നും എഴുതിയെടുത്തിട്ടില്ല. അപ്പം ഈ ലോട്ട് നമ്പർ കിട്ടിയതിൽ ജയിച്ച നമ്പർ കിട്ടിയ ആൾക്കാർ നമ്മുടെ ഓർഡർ നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. അഥവാ ആരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ലോട്ടെടുപ്പിൽ ആ വിജയികളെ കൂടി കണ്ടെത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് ലോട്ട് എടുക്കാം. 2 വിജയികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ആദ്യം കിട്ടിയ നമ്പർ 9 ആണ്. അപ്പോൾ 9 കിട്ടിയ ആൾ നമ്മളെ ഓർഡർ നമ്പറിൽ ഞാനാണ് വിജയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കേണ്ടതാണ്. നെക്സ്റ്റ് വിജയിനെ തിരഞ്ഞെടുക്കാം. ഇരുപത്തഞ്ചാണ് നെക്സ്റ്റ് വിജയ്. അപ്പോൾ 25 ആരാണ് അവർ നമുക്ക് മെസ്സേജ് അയക്കേണ്ടതാണ് ഓർഡർ നമ്പറിൽ. അഥവാ ആരും മെസ്സേജ് അയച്ചില്ലെങ്കിൽ നമ്മൾ അടുത്തതിൽ ഇതിലെ വിജയിനെയും കൂടി തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഈ ഗിവ് അവേയിൽ രണ്ടാൾക്കാരും ആരും മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ഇതിൽ 4 ആൾക്കാരെ ലോട്ട് എടുക്കുന്നതായിരിക്കും. അപ്പം വിജയിച്ച നമ്പർ ഒന്നും കൂടി കാണിക്കാം. അപ്പോൾ ഇതാണ് വിജയിച്ച നമ്പർ, ഒന്നും കൂടി കാണിക്കാം. ഈ 2 നമ്പറാണ് വിജയിച്ചത്. പിന്നെ നമ്മൾ ഈ വിജയിച്ച നമ്പർ ആർക്കാ കിട്ടിയത് അവർ കമൻറ്റ് ചെയ്യും വേണം, മെസ്സേജ് അയക്കുകയും വേണം. അപ്പോൾ അടുത്തൊരു ഗിവ് അവേ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.